ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വല്ലാത്തൊരു എപ്പിസോഡാണ് കേട്ടോ. ആകെപ്പാട് അനിയുടെയും അനാമികയുടെയും വിവാഹവും നടക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ നന്ദു പോയി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആകെ മൊത്തം പത്തരമാറ്റ് സീരിയൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു വിഷമമുള്ള ദിവസമാണ്. അനി നന്ദു കോമ്പോ ആഗ്രഹിച്ചിരുന്നപ്പോൾ അവിടെ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുകയും നമ്മുടെ നന്ദു പോയി ആത്മഹത്യ ചെയ്യാൻ പോവുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ. പക്ഷേ ഇതിനൊക്കെ ഒരു ട്വിസ്റ്റ്. എന്തായാലും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദു ഹോസ്പിറ്റലാണ്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം ആദർശും നയനയും അവിടെയുണ്ട്. അങ്ങനെ അവർ പോയി കുറച്ച് കഴിയുമ്പോഴേക്കും നന്ദുവിനെ കാണുവാണ്. അപ്പം നന്ദുവിനോട് നയന ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നന്ദു പറയാം, ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചു പോയി ഞാൻ അനിയെ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഞാൻ സ്നേഹിക്കുന്നവരെ എൻ്റെ ജീവൻ പോലും ഞാൻ പറിച്ചു കൊടുക്കും. ഇപ്പോൾ എനിക്ക് അനിയെ നഷ്ടപ്പെടുമെന്ന് ഒരു നിമിഷം വന്നപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ ജീവനുമായി ജീവിക്കുന്നതെന്നൊക്കെ തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണെന്നൊക്കെ പറയുമ്പം ആദർശം നയനെ ഒരുപാട് വഴക്ക് പറയാണ്. നന്ദു, നീ എത്ര ബോൾഡായിരുന്നു, നിന്നിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ് കേട്ടോ. നീ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിലും ധൈര്യമായി ജീവിച്ച് കാണിക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെയാണോ നന്ദു നീ ചെയ്യേണ്ടത്? നീ മറ്റുള്ളവരെക്കുറിച്ച് ആലോചിച്ചോ, നിൻ്റെ ചേച്ചിമാരെക്കുറിച്ച് ആലോചിച്ചോ, നിൻ്റെ അമ്മയും അച്ഛനും, ഇനി അവർക്കുള്ള ഏക പ്രതീക്ഷ നീയാണ്. അതുകൊണ്ടാണ് ഇനിയും ആ കുടുംബത്തിലേക്ക് തന്നെ മകളെ പറഞ്ഞു വിടാത്തത്. അച്ഛനെയും അമ്മയും അത്രമാത്രം അനന്തപുരിയിലുള്ളവരൊക്കെ അപമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി നന്ദു നീയും കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന നാണക്കേട് നീ ഒന്ന് ഓർത്തു നോക്കിക്കുക. അതുകൊണ്ടാണ് അവരത് വിവാഹത്തിന് പോലും സമ്മതിക്കാതിരുന്നത്. ഇനിയിപ്പം അവർക്ക് കൂട്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഒരു ആൺകുട്ടിയെപ്പോലെ അവരുടെ കൂടെ നിൽക്കുന്ന നീ. പിന്നെ നീ ഇങ്ങനെ കാണിക്കാവോ നന്ദു എന്നൊക്കെ ചോദിച്ച് ആദർശം ഒരുപാട് വഴക്ക് പറയാണ് കേട്ടോ. അപ്പം നന്ദു അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം അനന്തപുരിയിലാണെങ്കിൽ കല്യാണം നടന്നുകൊണ്ടേയിരിക്കും. കല്യാണം നടന്നു. കല്യാണത്തിന് ശേഷം എല്ലാവരും മറ്റ് ചടങ്ങുകളിലേക്കൊക്കെ പോവുകയാണ്. അങ്ങനെ ആദർശിനെയും നയനെയും കാണുന്നില്ലല്ലോ എന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജലജയും ഒക്കെ പറയുന്നുണ്ട്, അവരെവിടെ പോയടാ എന്നൊക്കെ ചോദിക്കുവാണ് നമ്മുടെ അബിയോട്. എവിടെ പോയി വാ, എന്തോ ഒരു കാര്യമുണ്ട് എന്ന് അബി പറയുന്നുമുണ്ട്. അതേസമയം ദേവയാനിയും പറയുകയാണ്, ഇവൻ എവിടെ പോയി അവളുമായിട്ട്, എന്താ കാര്യം, എന്തോ ഉണ്ടല്ലോ പ്രശ്നം എന്നൊക്കെ പറയുക. കനകയ്ക്കും ഒക്കെ ആണെങ്കിലും തോന്നുന്നുണ്ട് കേട്ടോ. ഗോവിന്ദനും പറയുന്നുണ്ട്, എന്താണോ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ വാ, ഇനി നന്ദു എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചോ വാ, നന്ദുവിനെ ഇവിടെ കാണാനില്ല. ആദർശം നയനമോളും കൂടെ വിഷമത്തോടു കൂടി ഇവിടുന്ന് പോവുകയും ചെയ്തു. എന്താണോ ഒന്നും അറിയാനില്ല, വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും ടെൻഷൻ അടിക്കുകയാണ്. അതേസമയം ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ചടങ്ങുകളൊക്കെ നടന്ന് അതിനുശേഷം വീട്ടിലേക്ക് പോകാനായിട്ടൊക്കെ ഉള്ള ചടങ്ങുകൾ. അപ്പോൾ ഈ സമയത്ത് അനിയും അന്വേഷിക്കുന്നുണ്ട്, ആദർശേട്ടനെ ഒന്ന് അതിനടുത്ത് എവിടെ, അവരെ കാണുന്നില്ലല്ലോ, അവരില്ലാതെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും അവരിവിടെ എവിടെയെങ്കിലും കാണും, നീ സാരില്ലെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജയും അതുപോലെ ജാനകിയും ഒക്കെ. അങ്ങനെ അവിടെ വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ ഹോസ്പിറ്റലിലുമാണ്. ഇതിന് ശേഷം പിന്നീട് ഈ ആദർശിനെ കുറേ സമയമായിട്ടും കാണാതെ വരുമ്പോഴേക്കും വീണ്ടും ഗോവിന്ദനും ഒക്കെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അറിയുന്നത് നന്ദു ഹോസ്പിറ്റലിലാണ്, നന്ദു ഇങ്ങനെ ഒരു കയ്യബദ്ധം കാണിച്ചു എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ അവരവിടുന്ന് പോവുകയാണ്. ഗോവിന്ദനും കനകയൊക്കെ കരഞ്ഞ് പെറുക്കി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഏതായാലും ചെല്ലുമ്പോൾ നന്ദുവിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നന്ദുവിന് വല്ലാത്ത കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അനിക്കാണെങ്കിൽ ഇതറിയുമ്പോൾ അനി അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും എല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെ പോകാൻ പാടില്ല, വിവാഹം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകണം, ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അനി പറയണം, ഇല്ല അങ്ങനെയൊന്നുമല്ല, എനിക്ക് നന്ദുവിനെ കാണാൻ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അനി പോവുകയാണ് കേട്ടോ. ഇതൊക്കെ അനാമികയ്ക്കാണെങ്കിൽ ഒട്ടും പിടിക്കുന്നില്ല. അനി നന്ദുവിനെ കാണാൻ പോകുമ്പോൾ അനിയെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് അനാമിക നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും ചെന്ന് നന്ദുവിനെ കാണുക. നന്ദുവിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ആ ഒരു നിമിഷം ഞാൻ അങ്ങനെ ചെയ്തു പോയി എന്നൊക്കെ പറയാം. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരും നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ട്. നന്ദു പറയുകയാണ്, ഇല്ല ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല, ഇനി അങ്ങനെ ഒരു പ്രശ്നം ഞാനായിട്ട് ഉണ്ടാക്കിയില്ല എന്ന് പറയണം. അങ്ങനെ നന്ദുവിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനും കനകയും കൂടെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആദർശം നയനയും കൂടെ പോകുന്നുണ്ട്.
അവരവിടെ ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ രാത്രിയാകുമ്പോഴേക്കും ഗോവിന്ദൻ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പറയാണ്, "എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു" എന്നൊക്കെ പറയുകയാണ്. "എൻ്റെ മോള് വിഷമിക്കുവാണോ? നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു സാഹചര്യമാണ്. അനിയുമായിട്ടുള്ള വിവാഹം നടത്താൻ പറ്റില്ല. ആ കുടുംബക്കാർ നിന്നെ അംഗീകരിക്കില്ല. നിൻ്റെ 2 ചേച്ചിമാരും അവിടെ ചെന്നിട്ട് വേലക്കാരികളെ പോലെയാണ് അവിടെ ജീവിക്കുന്നത്. ഇനി നിന്നെയും കൂടി അങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള മനസ്സില്ല. നമ്മളെ അപമാനിക്കേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഇതിന് അച്ഛൻ സമ്മതിക്കാതിരുന്നത്" എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, "അച്ഛാ അതൊന്നും സാരമില്ല, അതൊന്നും പ്രശ്നമല്ല. ഞാൻ ആ ഒരു നിമിഷം അനിയെ കൈവിട്ട് പോയല്ലോ എന്ന് ഓർത്തപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പം എന്തോ എൻ്റെ ഒരു പൊട്ടബുദ്ധിക്ക് അങ്ങനെ ചെയ്തതാണ്, അല്ലാതെ എനിക്ക് വിഷമമൊന്നുമില്ല അച്ഛാ" എന്ന് പറയാണ് കേട്ടോ നന്ദു. അപ്പോഴേക്കും കനകയും വന്നിട്ട് പറയുന്നുണ്ട്, "നന്ദു നീ മോളെ അങ്ങനെ ചെയ്യരുതാഞ്ഞു" എന്ന് പറയുകയാണ്. "എന്ത് അബദ്ധമാണ് മോള് കാണിച്ചത്? എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ നീ ഇന്ന് ഇല്ലാതിരുന്നിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യത്തേനെ" എന്നൊക്കെ അവർ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് നന്ദു, "അമ്മേ അച്ഛൻ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ 2 പേരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം എനിക്ക് യാതൊരു വിഷമവും ഇല്ല. അനിയിപ്പം അനാമികയെ വിവാഹം കഴിച്ചു, അവരുടെ വിവാഹം കഴിഞ്ഞു. ഇനിയിപ്പോൾ അനിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. കാരണം അവർക്കൊരു ജീവിതം, അവരുടെ ജീവിതത്തിൽ ഞാൻ ഇനി ഒരു ശല്യമായിട്ട് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാനിനിയിപ്പോൾ അനിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിടുകയാണ്. എനിക്കൊരു വിഷമവും ഇല്ലെന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് അവരുടെ എല്ലാം മുമ്പിൽ ഇങ്ങനെ കാണിക്കുകയാണ്. അന്നേരം എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോഴേക്കും കനക പറയാണ്, "ആ മോളെ നീ വിഷമിക്കരുതെന്നൊക്കെ" പറയുമ്പോൾ, "ഇല്ല ഞാൻ അതെല്ലാം വിട്ടു. ഞാൻ ഇനി വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. എന്തായാലും ഞാൻ ഇവിടുന്ന് കുറച്ച് നാൾ മാറി നിൽക്കാൻ പോവുകയാണെന്ന് പറയാം." അപ്പോൾ ചോദിക്കുന്നുണ്ട് ഗോവിന്ദൻ ചോദിക്കുക, "എങ്ങോട്ടാ മോളെ നീ മാറി നിൽക്കാൻ പോകുന്നത്? നീ എന്തിനാ മാറി നിൽക്കുന്നത്? നീ മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ" എന്ന് പറയണം. അപ്പം നന്ദു പറയാം, "അങ്ങനെ വിഷമിച്ച് ഞാൻ ഒളിച്ചോടുകയൊന്നും അല്ല. കാര്യം എനിക്കും എൻ്റെ കരിയറൊക്കെ നോക്കണം. എൻ്റെ കരിയറിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എനിക്കൊരു ജോലി വേണം. എനിക്കൊരു ജോലിയൊക്കെ റെഡിയാക്കണം. എന്നിട്ട് എങ്ങോട്ടെങ്കിലും മാറുവാണ്. എനിക്കൊരു ജോലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ ഇവിടുന്ന് പോവുകയാണ്. എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കി എൻ്റെ കുടുംബം നോക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛനെയും അമ്മയും നോക്കാൻ ഞാനല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു ജോലിക്കായിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അല്ലാതെ എൻ്റെ ടെൻഷൻ കൊണ്ടോ വിഷമം കൊണ്ടൊന്നും അല്ല" എന്ന് പറയണം. അതാണ് എല്ലാവർക്കും നല്ല, അനന്തപുരിയിലുള്ളവർക്കും അതുപോലെ തന്നെ നയനേച്ചിക്കും നവ്യേച്ചിക്കും അതുപോലെ അനിയുടെ ജീവിതത്തിനും ഒക്കെ നല്ലത് അതാണ്. പിന്നെ അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാൻ നല്ല ഹാപ്പിയാണെന്നൊക്കെ അവരോട് പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, "നീ പറഞ്ഞത് സത്യമാണ്. എന്തായാലും നീ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ച ഒരു നല്ല കാര്യം തന്നെയാണെന്ന് പറയാണ്. നിനക്ക് സ്വന്തമായിട്ടൊരു വരുമാനവും സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെ പറ്റണം. അതുകൊണ്ട് നിൻ്റെ കരിയറിൻ്റെ കാര്യത്തിൽ നീ ശ്രദ്ധിച്ച് നീ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി നിൻ്റെ കുടുംബത്തെ നോക്കാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു തീരുമാനം മോൾ എടുത്തത് എന്തായാലും നന്നായി" എന്ന് പറയാണ് കേട്ടോ ഗോവിന്ദനും കനകയും ഒക്കെ. അങ്ങനെ നന്ദുവിനെ അവർ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ നന്ദു കുറച്ച് നാളത്തേക്ക് ജോലിയൊക്കെ അന്വേഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെയും തിരിച്ചു വരികയും അനിയുടെ ജീവിതത്തിലേക്ക് വരികയൊക്കെ ചെയ്യും. കാരണം അനാമിക അതിൻ്റെ ഇടയിൽ നന്ദു അനിയായുള്ള ബന്ധത്തെ ൻ്റെ പേരിൽ പല വഴക്കുകളും ഒക്കെ ഉണ്ടാക്കുകയും അങ്ങനെ അനിയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ തൽക്കാലത്തേക്ക് നന്ദുവിൻ്റെ ഭാവിയൊക്കെ നോക്കി അവിടുന്ന് കുറച്ച് നാളത്തേക്ക് ജോലിക്കായിട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരാൻ പോകുന്ന വളരെ അടിപൊളി എപ്പിസോഡുകളാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്